നമ്മുടെ മക്കൾ എന്തിനാ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഹാഫിളാകണത് എന്ന് ആലോചിക്കും. അതൊക്കെ അത്ര പണിയുള്ള. പക്ഷേ ഈ ഖുർആൻ ഇങ്ങനെ ഇതിൻ്റെ വില അറിയാത്തവരിൽ പോലും ആ കലാമിൻ്റെ അതിൻ്റെ സ്വാഭാവികതയോടുകൂടി അതിനെ അങ്ങനെ തന്നെ ലോകമുള്ളിടത്തോളം കാലം കാത്തു സൂക്ഷിക്കണമെന്നും ഈ നിധിയുടെ മൂല്യമറിയുന്ന വിലയറിയുന്നവരിലേക്ക് ഇത് ഓരോ കാലങ്ങളിലും എത്തിക്കൊണ്ടിരിക്കണമെന്നും അള്ളാഹു ആഗ്രഹിച്ചതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ കാവലിന് വേണ്ടി അള്ളാഹു താല തിരഞ്ഞെടുത്തിരിക്കുന്നത് കൽബുകളെയാണ്. കൽബുകളിൽ നിന്ന് കൽബുകളിലേക്ക്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽബിലേക്കാണ് ഇത് സന്നിവേശിച്ചത്. നസലഹു ഇലാ കൽബിക് അലാ കൽബിക് അല്ലേ. പക്ഷെ നബി അങ്ങയുടെ കൽബിലേക്കാണ് ഇത് ഇറക്കിയത്. ഇത് വരികളിലേക്കല്ല, ഇത് പുസ്തകത്താളുകളിലല്ല, വേറെ എവിടെയല്ല. ഇത് കൽബ് മാത്രം സ്വീകരിക്കുന്നത്. ആ കൽബിൽ നിന്നടുത്ത ശേഷിയുള്ള കൽബുകൾ സ്വീകരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഖുർആൻ. എല്ലാ കൽബുകൾക്കും സ്വീകരിക്കാൻ പറ്റിയില്ല. നല്ല മിടുക്കന്മാർ നല്ല ബുദ്ധിമാന്മാരായ ചില ആളുകളെ കൊണ്ടുപോയിട്ട് ഇപ്പം അവൻ 6 മാസം കൊണ്ട് ഹാഫിളാവെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവിട്ടേച്ച് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. ബുദ്ധി ഉണ്ടോണ്ട് ഓർമ്മശക്തി ഉണ്ടോന്നും ഈ കൽബത് താങ്ങൂല. ഇതിനൊരു പ്രത്യേകമായ ശേഷി വേണം. ആ ശേഷി ഉള്ള കൽബുകൾക്ക് മാത്രം താങ്ങാനാവുന്ന കലാമാണ് ഈ കലാം. ലോകത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നമുക്ക് പറയാൻ പറ്റുമോ, ലോകത്ത് ഏതെങ്കിലും ഒരു പുസ്തകം ഇതുപോലെ മനപ്പാടാക്കപ്പെടുന്നത് ഗ്രന്ഥം? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഉത്ബോധനം ലോകത്തിൻ്റെ ഈ സാരോപദേശത്തെ നാമാണ് ലോകത്തേക്ക് അവതരിപ്പിച്ചതെങ്കിൽ നാം തന്നെ അത് കാത്തുകൊള്ളാമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹു പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ വള്ളിക്കോ പുള്ളിക്കോ വിസർഗത്തിനോ വ്യത്യാസമില്ലാതെ ഇങ്ങനെ കാക്കപ്പെടുമെന്ന് സൂക്ഷിക്കപ്പെടുമെന്ന് ആരെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ? ഇത് 14 നൂറ്റാണ്ട് 20 നൂറ്റാണ്ട് 10 നൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ടാകുമെന്ന് പോലും ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുന്ന കാലത്താണോ? ഞാൻ കാത്തോളാം അള്ളാഹു താല പറഞ്ഞ. അന്ന് സൗദി അറേബ്യ ഒന്നുമില്ല. സൗദി അറേബ്യ അല്ല ഇപ്പോഴും കാക്കണേ. ഇന്ന് സൗദി ഇല്ല. ഈ പറയുന്ന അന്ന് മുതൽ തുടരെയായി ഇന്ന് നിലനിന്ന് വരുന്ന ഖുർആനെ കാക്കുന്ന ഒരു ഭരണ സംവിധാനവുമില്ല. പക്ഷെ കാക്കുകയാണ് അള്ളാഹു. ആരിലൂടെ? ഹുഫാദുകളുടെ ഖുലൂബിലൂടെ. ആകാശത്തിൻ്റെ അധിപന്റെ അഭീഷ്ടങ്ങളെ സാക്ഷാത്കരിക്കാൻ അവന്റെ കലാമിന്റെ വാഹകരായി അള്ളാഹു കണ്ടെത്തിയ അപൂർവമായ കലാമിന്റെ കാവൽ ഗോപുരങ്ങളാണ് ഇരിക്കുന്നത്. പ്രകാശനാളങ്ങളാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത ഈ വലിപ്പത്തെ നമുക്കറിയില്ല. ഒരു പുസ്തകം മനപ്പാടാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. വെല്ലുവിളിയോടുകൂടി പറയാം, ഒരു പുസ്തകം മനപ്പാടാക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയിൽ എഴുതപ്പെട്ടാകട്ടെ എളുപ്പമൊന്നുമല്ല സംഗതിയല്ല. സർ വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ പറയുണ്ടായി, മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പ്രതികളൊക്കെ നഷ്ടപ്പെട്ടാലും നിങ്ങളതോർത്ത് വിലപിക്കണ്ട, ഞാൻ അത് എൻ്റെ ഓർമ്മയിൽ നിന്ന് പകർത്തി എഴുതിക്കോളാമെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു. ലോകം അതോർത്ത് ഇന്നും ഞെട്ടുക. അതെങ്ങനെയാണ് ഒരു പുസ്തകം കാണാപ്പാട് പിടിച്ചിട്ട്? പക്ഷേ വിൻസ്റ്റൺ ചർച്ചിൽ വലിയ സാമ്രാട്ടാണ്, അതോടൊപ്പം തന്നെ സാഹിത്യകാരനാണ്, ചിന്തകനാണ്, ബുദ്ധിജീവിയാണ്, അപൂർവം ജീനിയസാണ് ലോകത്തെ. പക്ഷെ അദ്ദേഹം തൻ്റെ ഓർമ്മയിൽ നിന്നൊരു പുസ്തകം പകർത്തി എഴുതിക്കോളാമെന്ന് പറഞ്ഞതുപോലും ലോകത്തെ ഇന്ന് ഞെട്ടിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള കോടാനുകോടികളെ ഉൽപ്പാദിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ? ഒരു ബൈബിൾ ഹാഫിള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നാളൊരു സംവാദത്തിൽ ഒരു ഇസ്ലാമിക പ്രബോധകൻ ഇങ്ങനെ ബൈബിള് ഇങ്ങനെ പലതും ഉദ്ധരിക്കുന്ന കേട്ടപ്പോൾ ഞങ്ങളാരും ബൈബിൾ കാണാതെ പഠിച്ചവരില്ല എന്നൊരച്ഛൻ അപ്പുറത്തുനിന്ന് പറയുന്നത് കേട്ടു. ബൈബിൾ കാണാതെ പഠിച്ച ആരുമില്ലെന്ന്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വേദങ്ങളൊന്നും കാണാതെ പഠിച്ച ആരുമില്ല. ഞാൻ കുറയ്ക്കാൻ പറയല്ല. അള്ളാഹു കാക്കുമെന്ന് പറഞ്ഞത് അള്ളാഹു ആരിലൂടെ കാക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഈ മജ്ലിസിൻ്റെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ പിഞ്ച് മക്കളുടെ മൂല്യം എപ്പോഴേ മനസ്സിലാവുള്ളൂ. അതാ അള്ളാഹു താല പറഞ്ഞത്, ഇതിൻ്റെ സ്വാധീനം വലുതാണ്. ഇത് എവിടെയെങ്കിലും വീണിട്ട് തീ പിടിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇത് തീ പിടിക്കാറില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന് തീ പിടിക്കില്ല എന്നാണ്. തീ പിടിക്കാത്ത അനുഭവമുണ്ട്. മൊത്തം തീ പിടിച്ച് കിടക്കുന്ന ബെഡ് കത്തിപ്പോയി, പക്ഷെ ആൾക്ക് ഒരു രോമത്തിന് പോലും കരി ഏറ്റിട്ടില്ല. നമ്മുടെ അടുത്തുണ്ട് അതിന് സാക്ഷി. അടുത്തുണ്ട്, കായംകുളത്തുണ്ട്. ബെഡ് മുഴുവൻ കത്തിയത് കത്തിയില്ല. ഇതങ്ങനെ കത്തുന്ന സാധനമല്ല, കത്താതിരിക്കുന്നത്. ജനറൽ സിയാഉൽ ഹക്ക് ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചപ്പോൾ കത്തിക്കരിഞ്ഞ് താഴെ വീണപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഖുർആൻ്റെ കടലാസിന് ഒരു കേടുമില്ലാതെ കണ്ടെടുക്കപ്പെട്ടത് അത്ഭുതമായിരുന്ന കാലത്തെ. അപ്പോൾ ഇത് തീ പിടിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഇത് തീ പിടിപ്പിക്കും. മനുഷ്യ മനസ്സുകളിൽ തീ പടർത്താൻ അത്ഭുതകരമായ ശേഷിയുള്ള ലോകത്തെ പരിവർത്തനത്തിൻ്റെ അത്ഭുതകരമായ മണ്ണിൽ ഇളക്കി മറിക്കാൻ ശേഷിയുള്ള ഗ്രന്ഥമാണിത്. ഈ ഖുർആനിനെ നമ്മൾ വിലമതിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വായിച്ചറിയുന്ന സർവമാന ദുരന്തങ്ങളുടെയും കാരണം മനുഷ്യ മനസ്സുകളെ ഇളക്കി മറിക്കാൻ ശേഷിയുള്ള ഈ ഖുർആൻ അവിടെ ഇല്ലാത്തതാണ്.
ഖുർആൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറിപ്പോകും. ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് അമേരിക്ക. ഏറ്റവും സൈനിക ശക്തിയുണ്ട്, ഏറ്റവും വലിയ സമ്പത്തുണ്ട്. ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോൾ ഞങ്ങളുടെ കയ്യിലാണെന്ന് അവകാശപ്പെടുന്ന ലോക പോലീസാണ് അമേരിക്ക. പക്ഷെ അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം എൽ സാൽവഡോർ റാമോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 18 വയസ്സേ ഉള്ളൂ, അവൻ്റെ വല്യമ്മയെ വെടിവെച്ച് കൊന്ന തോക്കും കൊണ്ടുവന്ന് പള്ളിക്കൂടത്തിലേക്ക് അവിടെ നിന്നും പക തീരാഞ്ഞ് അവൻ പള്ളിക്കൂടത്തിലെത്തി 18 പേരെ പിന്നെയും വെടിവെച്ച് കൊന്നിട്ടും അവൻ്റെ പക അടങ്ങിയോന്നറിയില്ല, അവസാനം പിടിച്ചു കെട്ടി. അങ്ങനെ ഒന്നല്ല, ഒരു 1000 സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഇത്രയും വളർന്ന, അവർക്കറിവില്ലേ, സയൻസ് ഇല്ലേ, ടെക്നോളജി ഇല്ലേ, അതും അറിവല്ലേ? ഈ അറിവെല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു മനസ്സിനെ പിടിച്ചു കെട്ടാനാവാത്ത വിധത്തിൽ അമേരിക്കൻ കൗമാരങ്ങൾ തകർന്നു പോകുന്നുവെങ്കിൽ അതിന് കാരണം ഖുർആനിന്റെ ഒരു കണിക പോലും ഇല്ലാത്തത് കൊണ്ടാണ്. ലോകത്തിന്റെ യുവതയെ അവരുടെ അരാജകത്വത്തിൽ നിന്ന്, അവരുടെ അനിയന്ത്രിതാവസ്ഥയിൽ നിന്ന് പിടിച്ചു നിർത്താൻ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല എന്ന് ആധുനിക ലോകം അറിയുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ എവിടെയാണോ ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങുന്നത്, ഏത് ഹൃദയമാണോ അത് ഏറ്റെടുക്കുന്നത് പോലെ ഏറ്റെടുക്കുന്നത്, മലയിൽ ഇറങ്ങിയാൽ പോലും അത് തകർന്നു പോകുമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ അറിയുന്നത്. ഈ മക്കളെ, അമേരിക്കയിലെ മക്കളെ ഒന്ന് നന്നാക്കാൻ വല്ല വിദ്യയും കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേരെന്താണോ മറന്നുപോയി, ബൈഡൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ അദ്ദേഹം കൈമറത്തും. ഇന്ത്യയിൽ ഒരാളെ നന്നാക്കാൻ അവർക്ക് പറ്റുമോ? പിഴച്ചു പോയ 100 മക്കളെ കൊണ്ടുവന്ന് ഒരു ഖുർആൻ ക്ലാസ്സിൽ ഇരുത്തി കൊടുക്കുക, നന്നാക്കി കൊടുക്കാൻ നമുക്ക് ഗ്യാരണ്ടി പറയാം. അതാണ് ഖുർആൻ, അതാണ് സ്വാധീനം, അതാണ് സ്വാധീനം. ഖുർആനിന്റെ മജ്ലിസിൽ ഒരു 10 ദിവസം ഒന്ന് ഇരുത്തി കൊടുക്കുക, അവനെ നന്നാക്കി തരാമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാം. കള്ളിനും കഞ്ചാവിനും കൊലപാതകത്തിനും അതുപോലെ തന്നെ തോക്ക് എന്നൊക്കെ അടിമപ്പെട്ടു പോയ, പ്രണയത്തിന് നൈരാശ്യങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോയ മക്കളെ നന്നാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനോട് പോയി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ ഒരു മരുന്നും ഉണ്ടാവില്ല. ഒരാളെ നന്നാക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കയ്യിൽ ഒരു മരുന്നും ഉണ്ടാവില്ല. ലോകത്ത് സർവനാശം വിതയ്ക്കുന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഒരു മരുന്നുമില്ല. ഇന്ത്യയിൽ എല്ലാവരെയും ഫാസിസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രിയും ഒരു വഴിതെറ്റിപ്പോയ, അപകടം പിടിച്ച, ഒരു തെറിച്ച മകനെ നന്നാക്കാനുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഈ അഹ്ലുൽ ഖുർആന്റെ കൈകളിലേക്ക് നിങ്ങൾ കൂട്ടറിനത്തിനെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക, 1 മാസം കഴിയുമ്പോൾ അവനെ നന്നാക്കി കൈ തരും. ഖുർആൻ അതാണ് പറഞ്ഞത്, ഇത് മലയിലിറങ്ങിയാൽ പോലും തകർന്നു പോകുന്ന അത്ഭുതം ഇതിനകത്തുണ്ട് എന്ന്. മനുഷ്യ മനസ്സുകളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന അത്ഭുതം, ഇതിൻ്റെ എല്ലാത്തിലും അത്ഭുതമാണ്. പക്ഷെ ഈ കഥ അറിയാതെ, മനമെന്തെന്നറിയാതെ, സ്വന്തം ശരീരത്തെ മാത്രം അള്ളാഹുവിനെ മറന്നപ്പോൾ സ്വന്തത്തെ മറന്നുപോയ ഒരു തലമുറ, അതാണ് ആധുനിക ലോകത്തിന്റെ ശാപം. അള്ളയെ മറന്നാൽ സംഭവിക്കുന്നത് എന്താ? സ്വന്തത്തെ മറക്കുക എന്നുള്ളതാ. ഞാൻ എന്താന്നുള്ളത് തന്നെ മറന്നുപോകും. ഞാനെന്ന് പറയുന്നത് ഒരു കന്നാലിയാണെന്ന് തോന്നും, ഒരു മൃഗം, ഇഷ്ടമുള്ളത് തിന്നുന്ന, ഇഷ്ടമുള്ളത് കുടിക്കുന്ന, ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതിനോട് ഇണചേരുന്ന ഒരു കന്നാലിയാണ് ഞാൻ എന്ന് മനുഷ്യന് തോന്നുന്നതിന് കാരണം അള്ളാഹുവിനെ, അവന്റെ കലാമിനെ മറക്കുന്നതാണ്. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ. അല്ലയോ മനുഷ്യരെ, വിശ്വാസികളെ, അള്ളാഹുവിനെ പേടിച്ച് അച്ചടക്കത്തോടെ ഡിസിപ്ലിൻ ജീവിക്കുക. അച്ചടക്കം ഒരപകർഷമായ സംഗതിയല്ല, അച്ചടക്കം അലങ്കാരമാണ്. അച്ചടക്കമില്ലാത്തത്, തഖ്വയില്ലാത്തത് മിടുക്കിന്റെ അടയാളമല്ല, ഗതികേടിന്റെ അടയാളമാണ്, പിടിച്ചാൽ കിട്ടാതെ പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ, അല്ലാഹയെ സൂക്ഷിച്ച് ഭയപ്പെട്ട് അച്ചടക്കത്തോടെ ജീവിക്കുക. അരാജകത്വക്കാരൻ്റെ ജീവിതം മുഴുവൻ അരാജകത്വത്തിലായിരിക്കും, തകർച്ചയിലായിരിക്കും, നഷ്ടത്തിലായിരിക്കും, നിരാശയിലായിരിക്കും, ദുരിതത്തിലായിരിക്കും, ആത്മഹത്യയിലായിരിക്കും. പക്ഷേ അച്ചടക്കമുള്ളവൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. അങ്ങനെയല്ലേ? കള്ളടിച്ച്, കഞ്ചാവടിച്ച്, പെണ്ണ് പിടിച്ച് നടക്കുന്നവനാണോ ജീവിതത്തിൽ സന്തോഷം കിട്ടുക? അതൊന്നും തൊടാതെ നടക്കുന്നവരാണോ? പോയി ചോദിച്ചു നോക്കണം രണ്ടുപേരോടും. ആളുകൾ വിചാരിക്കും ഇതൊക്കെ അടിച്ചുകൊണ്ട് നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നതെന്ന്, താൽക്കാലിക സുഖ. പക്ഷെ അതൊന്നും തൊടാതെ നടക്കുന്നവരോട് ചോദിച്ചു, സന്തോഷമാണ്, കുടുംബജീവിതത്തിൽ സന്തോഷമാണ്, എല്ലായിടത്തിലും സന്തോഷം, എവിടെയും സന്തോഷമാണ് ഇതിൽ നിന്ന്. അപ്പൊ അച്ചടക്കം, തഖ്വ, അത് പഠിപ്പിക്കുന്നത് ഖുർആനാണ്. ഇത്തഖുല്ലാഹ, അല്ലാഹയെ സൂക്ഷിക്കണേ നിങ്ങൾ. അല്ലാഹ് പ്രപഞ്ചത്തിന്റെ നാഥൻ, അവൻ ഈ ലോകത്ത് നമ്മെ പടച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ചം പടച്ചത് വെറുതെയല്ല. വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില. അല്ലാഹു പറയാ, വമാ ഖലഖനസ് സമാഅ വൽ അർള,
ആകാശത്തെയും ഭൂമിയെയും നാം പടച്ചിട്ടുള്ളത് വെറുതെ അല്ല. ഒമാ ബൈനഹും, ആകാശത്തെയും ഭൂമിയെന്ന് മാത്രം പറഞ്ഞ് അള്ളാഹ് നിർത്തിയിരുന്നെങ്കിൽ അള്ളാഹ്ക്ക് അത് വിശദമായി പറയാതിരുന്നാൽ സംശയം തോന്നാം. ഒമാ ബൈനഹും, അവ രണ്ടിനും ഇടയിലും, ആകാശത്തിലെ സൂര്യൻ, ചന്ദ്രൻ, ആർത്തിരമ്പുന്ന അനേക കോടി നക്ഷത്രങ്ങൾ, ഒമാ ബൈനഹും, അവയ്ക്കിടയിലുള്ള നക്ഷത്രാന്തര പദാർത്ഥങ്ങളും ഗോളാന്തര മേഖലയെയും അല്ലാഹു തആല ഒമാ ബൈനഹുമ ബാത്തില, വെറുതെ പടച്ചതേ അല്ല. ഇതെല്ലാം കണ്ടുപിടിച്ച് 10,000 കോടി സൗരയൂഥങ്ങളും, ആ സൗരയൂഥങ്ങൾ ചേർന്നാൽ ഒരു ഗാലക്സിയാണ്. അതുപോലത്തെ 10,000 കോടി ഗാലക്സികളും ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ജെയിംസ് വെബ് അല്ലേ, അതിന്നിപ്പോ 10 വർഷക്കാലത്തേക്ക് ലോകത്തിന്റെ ഫോട്ടോഗ്രാഫറായിട്ട് ആകാശത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. ആ ജെയിംസ് വെബിന് ഒരുപാട് അത്ഭുതം കാട്ടിത്തരും നമ്മളെ, അല്ലേ? ഇതൊക്കെ അവർ കണ്ടുപിടിച്ചിട്ട് പറയുന്നത് എന്താ, നമ്മുടെ ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സൗരയൂഥം, 10,000 കോടി സൗരയൂഥം ഒരു ഗാലക്സിയിലുണ്ട്. 10,000 കോടി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 10,000 കോടി എണ്ണി തീരണമെങ്കിൽ 3000 കൊല്ലം വേണം. 1, 2, 3 എണ്ണിയാൽ 3000 കൊല്ലം വേണം 10,000 കോടി വരെ എണ്ണാൻ. അത്രയും സൗരയൂഥം ഒരു ഗാലക്സിയിലുണ്ട്. അത്രയും ഗാലക്സികൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം തന്നെ. ഇനി ജെയിംസ് വെബ് കണ്ണു തുറക്കുമ്പോഴോ അതിലും കൂടുതൽ കണ്ടുപിടിക്കും. പക്ഷെ ഇതൊക്കെ എന്തിനാ? ചുമ്മാ. ലോകം പറയുന്നത് എന്താ? ചുമ്മാ. അല്ലാഹ് പറയാ, ഒമാ ഖലഖ്നസ് സമാഅ, ആകാശങ്ങളെയോ വല്ലർള ഭൂമിയെയോ, ഒമാ ബൈനഹുമാ, അവയ്ക്കിടയിലുള്ള ഒന്നിനെയുമോ നാം പടച്ചിട്ടില്ല. ബാത്തില, വെറുതെ പടച്ചിട്ടില്ല. കണ്ടോ, ഓരോ ഇതിലെ പടപ്പിനും ചന്ദ്രനൊരു ലക്ഷ്യമുണ്ട്, സൂര്യനൊരു നക്ഷത്രമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു ചെടിക്കൊരു ധർമ്മമുണ്ട്, ഒരു പുഴുവിനൊരു ധർമ്മമുണ്ട്, ഒരു പൂവിനൊരു ധർമ്മമുണ്ട്, ഒരു പൂമ്പാറ്റയ്ക്കൊരു ധർമ്മമുണ്ട്. ഈ ഗോളങ്ങളിൽ ഓരോന്നിനും ധർമ്മമുണ്ട്. ഒന്നിനെയും വെറുതെ നാം പടച്ചിട്ടില്ല. ഇതെല്ലാം ഉണ്ടെന്ന് കണ്ടുപിടിച്ചവരോട് പോയി ചോദിക്കുക, ഇതെന്തിനാ? ചുമ്മാ. അതെന്തിനാ? ചുമ്മാ. കാരണം അവർക്കറിയില്ല. അല്ലാഹ് പറയാ, അതൊന്നും വെറുതെ അല്ല, എന്തോ കാര്യത്തിനാണ്. അള്ളാഹുവിനെ അറിയണം നമ്മൾ. ഇതൊന്നും, ഈ ചന്ദ്രനെ വെറുതെ പടച്ചിട്ടില്ലെങ്കിൽ, സൂര്യനെ വെറുതെ പടച്ചിട്ടില്ലെങ്കിൽ, ഈ ഗോളങ്ങൾ ഒന്നിനെയും ഗാലക്സികൾ ഒന്നിനെയും നാം വാത്തില, വെറുതെ പടച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നത് അറിയോ, ഇതൊക്കെ വെറുതെ പടച്ചതാണെന്നുള്ളത് കാഫിര്യങ്ങളുടെ, സത്യനിഷേധികളുടെ ബോധമാണ്. കണ്ടോ, ശാസ്ത്രജ്ഞന്മാര് പറയണത് പടച്ചെന്നൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. എന്തിനാ? ചുമ്മാന്ന്. ഇത്രയും സാധനങ്ങളുള്ളത് ചുമ്മാ ആണെന്ന്. നമ്മൾ കാണുന്ന സൂര്യനും ചന്ദ്രനും ഒന്നും ചുമ്മാ അല്ല, പക്ഷെ ബാക്കിയുള്ളതൊക്കെ ചുമ്മായാണെന്ന്. ചുമ്മാ ഒന്നുമല്ല. കഫറു, അത് വിവരം കെട്ട നിഷേധികളുടെ ധാരണയാണ്. നിഷേധികൾക്ക് നരകത്തിന്റെ പേരിലുള്ള നാശം വരാൻ പോവുകയാണ്. ഇതിനൊക്കെ ഉദ്ദേശമുണ്ട്. ഇതിനൊക്കെ അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തെ വിസ്മയമകരമായ വിധത്തിൽ, അത്ഭുതകരമായ നിലയിൽ, പ്രവിശാലതയോടുകൂടി പടച്ചുകൂട്ടിയിരിക്കുന്ന പടച്ചവൻ 1 ഇഞ്ച് പോലും വെറുതെ പടച്ചിട്ടില്ല. അതിനൊക്കെ ഉദ്ദേശമുണ്ട്. സ്വർഗത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച്, നരകത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോഴാണ് ഈ മഹാപ്രപഞ്ചം അല്ലാഹു തആല വെറുതെ പടച്ചതല്ല എന്നതിൻ്റെ പൊരുൾ അറിയുന്നത്. അല്ലാഹു തആല പറയുകയാണ്, ഈ ലോകത്ത് പടച്ചവനെ അനുസരിച്ച് ജീവിക്കുന്നതിന് സാധിക്കുക എന്നതിനേക്കാൾ ഈ ലോകത്ത് മനുഷ്യന് നേടാൻ വലിയൊരു നേട്ടമൊന്നുമില്ല. ആത്മാവിൻ്റെ അച്ചടക്കം, മനസ്സിൻ്റെ വിധേയത്വം, പാകത, പക്വത, അത് നേടി ഈ ലോകത്ത് സമാധാനത്തോടെ, സായുജ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അല്ലാഹു ചോദിക്കുന്നു, അംനജഅലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കൽമുഫ്സിദീന ഫിൽ അർളി, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സുഹൃതങ്ങൾ മാനവരാശിക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളുമായി നിത്യബന്ധം പുലർത്തിക്കൊണ്ട് ജീവിതം കരുപിടിപ്പിക്കുകയും ചെയ്ത വ്യക്തികൾ കൽ മുഫ്സിദീന ഫിൽ അർളി, ലോകത്ത് കലാപമുണ്ടാക്കുന്നവരെ പോലെയാണെന്നാണോ നിങ്ങൾ കരുതിയത്? ഇവിടുത്തെ കലാപകാരികളും ഇവരൊക്കെ ചാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചങ്ങ് ചാവും. ജീവിക്കുമ്പോൾ കലാപകാരി കലാപവും നടത്തും, നന്മ ചെയ്തോ നന്മയും നടത്തും, ചാകുമ്പോൾ ചാകും എന്നാണോ നിങ്ങൾ കരുതിപ്പോയത്? അങ്ങനെ കരുതണ്ട. ബാത്തില. ഇതൊന്നും ഞാൻ പടച്ചു വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. ഇവർക്കൊക്കെ ഇതിനൊക്കെ ഉപയോഗമുണ്ട്. അള്ളാഹു പറയുകയാ, അതോ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജീവിതം നയിച്ചവരെ, അച്ചടക്കപൂർണമായി എൻ്റെ ഈ ഭൂമിയിൽ സൂര്യൻ അനുസരിക്കുന്ന,
ചന്ദ്രൻ അനുസരിക്കുന്ന, നക്ഷത്രങ്ങൾ ഓരോന്നും അനുസരിക്കുന്ന ഒരച്ചടക്കമുണ്ടല്ലോ. ആ അച്ചടക്കത്തിന് വിധേയമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന എൻ്റെ നല്ല ദാസന്മാരെയും മുത്തഖീങ്ങളെയും തെമ്മാടികളെയും ഞാൻ ഒന്നുപോലെ നാളെ കാണുമെന്ന് കരുതുന്നുവോ? ഇല്ല. ആ വിചാരം ലാലിക്കതൊന്നുമില്ലതിനെ കഫറും മണ്ടന്മാരുടേതാ. ഇന്നിപ്പോൾ യുക്തിവാദികളെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തെ കന്നാലികളാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണെന്ത്, ഇതെല്ലാം വെറുതെ പടച്ചാന്ന്. സംഗതി ഇതെല്ലാം ഉണ്ട്, ഇതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിനാന്നൊന്നും പറയാറിയില്ല, വെറുതെ ചുമ്മാ പടച്ചാ. ലാലിക്കല്ലീന കഫറു, അത് മണ്ടന്മാരുടെ വിചാരമാണ്. വെറുതെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അതിനൊക്കെ ഉപയോഗം ഉണ്ട് കേട്ടോ. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്ത് ഈ ലോകത്തെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ഭൂമിയിൽ തന്റെ കർമ്മം കൊണ്ട് സ്വർഗം പണിയുകയും ചെയ്തവരും ഭൂമിയെ ഒരു നരകകുണ്ടമാക്കി കലാപമഴിച്ചു വിട്ടവരും തുല്യമാകുമെന്നോ ആര് പറഞ്ഞടോ? മുത്തഖീങ്ങളെ അച്ചടക്കപൂർവ്വം ജീവിച്ചവരെ, തെമ്മാടികളെ പോലെ ജീവിച്ചവരെ നാം കൈകാര്യം ചെയ്യുമെന്ന് ആര് പറഞ്ഞടോ? അച്ചടക്കമാണ് ജീവിതം. ആ അച്ചടക്കം പഠിക്കണമെങ്കിൽ അമേരിക്കയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിട്ടാൽ, അവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി പറഞ്ഞു വിട്ടാൽ അച്ചടക്കത്തോട് ജീവിക്കുമോ? ചൈനയെ പറഞ്ഞു വിട്ടു ഒരു മോനെ, ഞാൻ നാട് പറയില്ല, ഒരു നാട്ടിൽ നല്ല ദീനി കുടുംബമാണ്, ചൈന പറഞ്ഞു വിട്ടു. കഞ്ചാവുകാരനായി തിരിച്ചു വന്നു. മഅദല്ലാഹ് 26-ാം വയസ്സിൽ റമദാൻ മാസത്തിൽ അവൻ ആത്മഹത്യയും ചെയ്തു. 1 കോടി രൂപ അവനെ ചികിത്സിച്ച് നന്നാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. 1 കോടി രൂപ. അവൻ ഖുർആൻ പഠിച്ചിടത്താ പോയിരുന്നെങ്കിലോ? ഈ ഖുർആൻ പഠിക്കുന്നിടത്ത് മക്കളെ ഈ തകർന്നു പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ ഡെത്ത് കോസ്, ലോകത്തെ ഏറ്റവും വലിയ മരണ കാരണം എന്താണെന്നറിയോ? റോഡപകടങ്ങളല്ല, എയ്ഡ്സ് അല്ല, അല്ലെങ്കിൽ മറ്റ് സംഗതി ഒന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ ഡെത്ത് കോസ് ആത്മഹത്യയാണെന്ന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനം തകരുന്നു, ഹൃദയം പിടിച്ചു നിൽക്കാൻ പറ്റാതാകുന്നുണ്ട്. ഡെത്ത് കോസ്. ഒരു വർഷം 10 ലക്ഷത്തിലധികം ആൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ മരണകാരണം ആത്മഹത്യയാണ് എന്ന് പറഞ്ഞാൽ അതെവിടെയാണ് ആരംഭിക്കുന്നത്? മനുഷ്യ മനസ്സുകളിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖരീബി. ഹൃദയത്തിൽ അല്ലാഹുവിന്റെ കലാമിൽ നിന്നൊന്നുമില്ലാത്തവനാരോ അവൻ തകർന്നു വീഴാറായ ഭവനം പോലെയാണ്. ആൾപ്പാർപ്പില്ലാത്ത വീട് പോലെയാണെന്നാ. തകർന്നു പോകും. ഒരാത്മഹത്യ തുടങ്ങുന്ന ആദ്യം മനസ്സിൽ നിന്നാണ്. മനസ്സ് തകരുമ്പോഴാണ് ആത്മഹത്യ ഉണ്ടാകുന്നത്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ, യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഏറ്റവും കുറവ് ഖുർആനുള്ള നാടുകളിൽ, അല്ലേ? അറബി നാടുകൾ കുറവാണ്. ഇപ്പോൾ കൂടി വരുന്നുണ്ട്, കാരണം അമേരിക്ക ഇപ്പോൾ അവിടെ അടുത്ത സംസ്കാരം നിയന്ത്രിക്കുന്നത്. കേരളത്തിലെടുത്താൽ മലപ്പുറത്ത് കുറവായിരുന്നു, ഇപ്പം മാറിയിട്ടുണ്ട്. മൊത്തത്തിലെടുത്താൽ മുസ്ലിങ്ങളിൽ കുറവായിരുന്നു, ഇപ്പം മാറിയിട്ടുണ്ട്. നമ്മൾ കാരണം ഖുർആൻ വേണ്ട നമുക്ക് ആർക്കും. ഖുർആനുള്ള മനസ്സുകൾ തകരുകയില്ല. ഏത് പ്രതിസന്ധിയിലും പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഇന്ധനശേഷി പരിശുദ്ധമായ ഖുർആനുള്ള മനസ്സുകൾക്കുണ്ട്. കൽ ബൈത്തിൽ ഖരീബി, അത് തീരെയില്ലാത്ത മനസ്സുകൾ തകർന്ന് ആൾപ്പാർപ്പില്ലാത്ത വീട് പോലെയാണ് എന്ന് പറഞ്ഞാൽ ആൾപ്പാർപ്പില്ലാത്ത വീട് പെട്ടെന്ന് തകരും, നാശോന്മുഖമാണ്. അതുകൊണ്ട് ആൾപ്പാർപ്പെന്ന് പറയുന്ന മനുഷ്യ മനസ്സിൻ്റെ ആൾപ്പാർപ്പ് ഖുർആനാണ്. ഖുർആൻ നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ടാകണം. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുകയുണ്ടായല്ലോ, നമ്മുടെ അബ്ദുസ്സലാം ഉസ്താദ് എന്താ പറഞ്ഞേ? അബ്ദുസ്സലാം ഉസ്താദ് പറഞ്ഞു, നമ്മുടെ മക്കളെ നാളെ പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി അല്ലാഹു തആല നാളെ പരലോകത്ത് സ്വർഗലോകത്ത് വെച്ച് വിളിക്കും. സ്വർഗലോകത്ത് വിളിച്ചു വെച്ചിട്ട് ഓതിക്കോ എന്ന് പറയും. നിനക്ക് ഞാൻ നല്ല ശബ്ദം തന്നു, റഹ്മാനായ ഞാൻ ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനായ നീ എന്ന് പറയുന്ന ഈ ലോകത്തെ ഉത്തമ സൃഷ്ടിയെ ഈ ലോകത്ത് ഉൽപ്പാദിപ്പിച്ചു, എന്നിട്ട് നിനക്ക് ഞാൻ ബയാൻ, നാവുകൊണ്ട് ആശയങ്ങളെ വാക്കുകളെ ആവിഷ്കരിക്കാനുള്ള ശേഷി തന്നു. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. റഹ്മാനായ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു, മാനിഫെസ്റ്റോ. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു. അല്ലമഹുൽ ബയാൻ, അവൻ്റെ ഏറ്റവും വലിയ സിദ്ധിയായ ആശയാവിഷ്കാര ശേഷിയും പ്രഭാഷണ ശേഷിയും നൽകി. ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, റഹ്മാൻ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷണം. 2ാമത് ഖുർആൻ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. 3ാമത്തത് ഇൻസാൻ, മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടി. 4ാമത്തത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, സ്പീക്കിംഗ് സ്കിൽ, ബയാൻ. ഈ 4നെയും അല്ലാഹു തആല ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, ഇത് പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. റഹ്മാനിൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യവർഷം ഖുർആനാണ്. ഖുർആൻ ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒന്നും കാണില്ല. ഒന്നൊന്നായി ഖുർആൻ ഇല്ലാതായപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. സ്വവർഗരതി ലോകത്ത് നിയമമായിരുന്നില്ല, ഖുർആൻ ഇല്ലാത്ത ലോകത്ത് അതൊക്കെ നിയമമായി. അഡൾട്രേഷൻ, ഖുർആനിന് എന്തെങ്കിലും സ്വാധീനം ലോകത്തുണ്ടായിരുന്ന കാലത്ത് പരസ്ത്രീ ഗമനം നിയമപരമായി അനുവദിക്കപ്പെട്ടിരുന്നില്ല, എല്ലാമായി.
തുണി ഉടുക്കാതെ നടക്കുന്നതിന് നിയമസാധുതയുള്ള ഒരു ലോകമായി മാറുകയാണ്. ഉടുക്കുന്നിടത്താണ് പ്രശ്നം. ഇമ്മട്ടിൽ ഖുർആനില്ലാത്ത ലോകം തകരുകയാണ്. ധാർമ്മികമായി ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക്, ഒരു ദമ്പതിക്ക് വിജയകരമായി ജീവിക്കാൻ കഴിയാതെ അപ്പനില്ലാത്ത മക്കളെ കൊണ്ട് പെരുകുകയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ. ഫാദർലെസ് അമേരിക്ക എന്നാണ് അവിടെ ഇറങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ പേര്. പിതൃത്വം നഷ്ടപ്പെട്ട മക്കൾ എന്ന് അമേരിക്ക. 50% മക്കൾക്ക് അപ്പനെ അറിയില്ല എന്ന് 1996 മനോരമയിൽ വന്നതാണ് വാർത്ത. ഡേവിഡ് ബ്ലാങ്കൻ ഹോൺ എന്ന് പറയുന്ന ഒരാൾ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എഴുതിയതാണ്. ക്ലിൻ്റൺ ആ പുസ്തകം എടുത്തു വെച്ച് പൊട്ടിക്കരഞ്ഞു ടി വിക്ക് മുമ്പിൽ വന്നു നിന്ന്. അമേരിക്കയുടെ മക്കൾക്ക് 50% അപ്പനെ അറിയില്ല. എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ട് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഖുർആനില്ലാഞ്ഞ ഒരു രാജ്യം എങ്ങനെ തകർന്നു എന്നതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതിന് പകരം ആ രാജ്യത്തിൻ്റെ ഭൗതികമായ ഈ കന്നുകാലി ജീവിതത്തിൽ കണ്ടത് അഭിരമിച്ചിട്ട് അതുപോലെയാകാൻ നമ്മുടെ മക്കൾ ശ്രമിച്ചിട്ട് ഇതേ തരം മക്കളെ നമ്മുടെ മലയാളക്കരയിലും ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയിലും അവിടെ തിരുത്ത് ഈ ഖുർആൻ സ്ഥാപനങ്ങളാണ്. അള്ളാഹു ഇതിൻ്റെ വില അറിയാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇതറിയാതെ പോകുന്നതിൻ്റെ ദുരന്തം 5 കൊല്ലത്തിനകം ഇൻഷാ അള്ളാഹ്, 10 കൊല്ലം വേണ്ട. ഏത്? അമേരിക്കയിൽ കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് നിസാര പ്രകോപനത്തിൻ്റെ പേരിൽ അധ്യാപികയെ, അമ്മുമ്മയെ, കൂട്ടുകാരെ ഒന്നല്ല ഒരു കൊല്ലത്തിനിടയിൽ അത്തരത്തിൽ 450 ഇൻസിഡൻ്റ് ഉണ്ടായെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കാണാൻ പറ്റും. 4 പേരിലധികം കൊല്ലപ്പെട്ട നമ്മുടെ കേരളവുമാകാൻ പോവുക. നമ്മൾ ഖുർആനെ വില കുറച്ച് കാണണ്ട. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, ഈ ഖുർആൻ പർവ്വതത്തിലിറങ്ങിയാൽ പോലും അത് തകർന്നു പോകുന്ന ഖുർആൻ ഈ ലോകത്ത് പരിശുദ്ധമായ മനുഷ്യ മനസ്സുകളിൽ മാറ്റം സൃഷ്ടിക്കാൻ ഇതിന് കഴിയുന്നത്ര ശേഷി വേറൊന്നിനും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഈ ഖുർആനിനെ, അതിലാണ് സമാധാന ജീവിതം കുടികൊള്ളുന്നത്, അതിലാണ് സന്തോഷ ജീവിതം കുടികൊള്ളുന്നത്. ഇവിടെ ആസ്വാദനത്തിൻ്റെ സിനിമകളോ ഗാനമേളകളോ അതുപോലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മജ്ലിസിൽ, ഈ പള്ളിയിൽ ഇത്ര നേരം ഇരുന്നപ്പോൾ നമുക്കൊരു വലിയ സമാധാനം ഉണ്ടായിരുന്നില്ലേ? ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ലേ? ഒരാത്മീയ നിർവൃതിയില്ലേ? ഈ സന്തോഷം ഖുർആനിന് മാത്രം വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് പഠിച്ചും പഠിപ്പിച്ചും അബ്ദുസ്സലാം സാഹബ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അനുഭവം വെച്ച് പറയുകയാണ്, ഈ ഖുർആൻ നന്നായി ഓത്, സാവകാശം ഓത്, അങ്ങനെ ഓതി അനുഭവിക്കുക, ആനന്ദിക്കുക എന്ന് അനുഭവം വെച്ച് പറയുകയാണ് എന്ന്. ഇങ്ങനെ അനുഭവം വെച്ച് എല്ലാവർക്കും പറയാനുണ്ടാകും. അനുഭവം വെച്ച് ഇതേ പറയാനുള്ളൂ, വേറെ ഒന്നും. നമ്മുടെ മോനെ കൊണ്ടുപോയി ഏറ്റവും വലിയ MBA-കാരനോ എഞ്ചിനീയറോ ഡോക്ടറോ ആരാക്കിയാലും അവനിൽ നിന്ന് ഇതുപോലൊരു സമാധാനം, സന്തോഷം കിട്ടുമെന്ന് നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. അള്ളാഹു അതിന് തന്നിരിക്കുന്ന ഒരേ ഒരു ഭൂമിയിലെ ഉപായമാണ് പടച്ചവൻ്റെ കലാം. അതിനോടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയ ജനത, ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ ദിവസം കാക്കനാട് പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ 1 വർഷം മുമ്പ് സേവനം ചെയ്ത സ്ഥലത്ത് ഒരു ഖുർആൻ ഒരു വിദ്യാർത്ഥിയെ അനുമോദിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അവൻ്റെ മാതാപിതാക്കൾ വലിയ 10,000-കണക്കിന് തൊഴിലാളികളുള്ള കമ്പനിയുടെ വലിയ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പിതാവിൻ്റെ കുടുംബമായിട്ട് താമസിക്കുക. ആ മോൻ അവിടെ വെച്ച് അമേരിക്കയിൽ വെച്ച് ഹാഫിളായി. അമേരിക്കക്കാരന്, യൂറോപ്പുകാരന് ഇന്ന് ഖുർആൻ പഠിക്കാനും ഹാഫിളാകാനുമുള്ള കൗതുകം എനിക്കും നിങ്ങൾക്കും പരമ്പരാഗത മുസ്ലിമീങ്ങളായ നമുക്കില്ല. കാരണം അവനതിൻ്റെ വില അറിയാം. ഖുർആൻ അവൻ വായിക്കുന്നു, അവൻ പഠിക്കുന്നു, അവൻ ലഭിക്കുന്ന വായനയുടെയും പഠനത്തിൻ്റെയും ലോകത്ത് അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഓതിയ ആയത്തുകളുടെ ശേഷം അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ കരുതിപ്പോയോ ഇതൊക്കെ വെറുതെ പടച്ചതാണെന്ന്? കലാപകാരികളെ ഞാൻ മുത്തഖീങ്ങളെപ്പോലെ കാണുമെന്ന് നിങ്ങൾ കരുതിയോ? അതുപോലെ തന്നെ ഇവിടെ നാശം വിതയ്ക്കുന്ന ആളുകളെ സുഹൃതം ചെയ്തവരെ പോലെ ഞാൻ കാണുമെന്ന് കരുതിയോ? ഇത് പടച്ചതൊക്കെ ഞാൻ വെറുതെയാണെന്ന് കരുതിയോ? നിങ്ങൾക്കതിൻ്റെ ഉത്തരം കിട്ടിയില്ലെന്നുള്ളത് കൊണ്ട് ഇതിനൊക്കെ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്. നബിയെ, ഈ ഗ്രന്ഥം താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചത് അനുഗ്രഹീതമാകുന്നു. ലിയദ്ദബ്ബറു ആയാതിഹി, അതിൻ്റെ ആയത്തുകളിൽ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ വായിച്ച് പഠിച്ചിട്ട് ചിന്തിക്കണം. എന്താണ് അള്ളാഹു നമ്മോട് പറയുന്നത്? വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് പര്യവേഷണം നടത്താനും പര്യാലോചനകൾ നടത്താനുമുള്ള ഗ്രന്ഥമാണിത്. ബുദ്ധിജീവിയുടെ പര്യവേഷണത്തിന്റെ ഗ്രന്ഥമാണിതെന്ന് ഇന്ന് അമേരിക്കക്കാരനറിയാം, ഇന്ന് യൂറോപ്യനറിയാം, അമേരിക്കയിൽ പഠിക്കുന്ന വിദ്യാസമ്പന്നരായ നമ്മുടെ പുതുതലമുറയ്ക്കറിയാം. ആ മകൻ അവിടെ ഹാഫിളായി, അവിടുത്തെ എപ്പിക് മസ്ജിദിൽ ഇമാമായി. അവൻ്റെ ഹിഫ്ള് പൂർത്തീകരിക്കാൻ വേണ്ടി ഈ മാതാപിതാക്കൾ അവിടെ നിന്ന്
ബോസ്റ്റണിലേക്ക് താമസം മാറി 600 കിലോമീറ്റർ ദൂരത്തേക്ക് അമേരിക്ക താമസിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആ മോൻ്റെ ഖിറാഅത്ത് ഞങ്ങൾ കേട്ട്. എത്ര മനോഹരം. തറാവിഹുകളിൽ ആയിരങ്ങളെ ആനന്ദിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമ് കൊണ്ട് അവരുടെ ഹൃദയത്തിന് തൈലപീയൂഷം കൊടുത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് മക്കൾ അവർ സ്വയം ഖുർആനിൻ്റെ ആനന്ദം ആസ്വദിക്കുകയാണ്. അവരിലൂടെ ലോകം അതനുഭവിക്കുകയും ആസ്വദിക്കുകയുമാണ്. അതിൻ്റെ സുവർണാവസരം സൃഷ്ടിച്ചുകൊണ്ട് എത്രയോ നാളുകളായി നമ്മുടെ നാട്ടിൽ ഈ പരിശുദ്ധമായ സ്ഥാപനം ഉയർന്നു വന്നിട്ട് വളരെ പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായ ഈ പ്രദേശത്ത് ഇതുപോലൊരു സ്ഥാപനത്തിന് ബഹുമാന്യനായ ഷുക്കൂർ ഉസ്താദിൻ്റെയും മുനീർ ഉസ്താദിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്നാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട ദീനീ സ്നേഹികൾ സഹകാരികളുടെ സന്മനോഭാവത്തോടു ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിന് തുടക്കമിടുമ്പോൾ ഇതിന് ഇത്രയും വലിയൊരു പുരോഗതി പ്രതീക്ഷിച്ചതല്ല. ഇന്നിപ്പോൾ ഈ സദസ്സിൽ ഞാൻ വലിയ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു സംഗതി എന്തെന്നാൽ നമ്മുടെ ഇതിൻ്റെ സഹകാരികളിൽ പലരെയും ഇതിനു മുമ്പ് കാണാത്ത പലരെയും കണ്ടു. അവരെല്ലാവരും ഈ സന്തോഷത്തിൽ അത് പാകപാക്കാക്കാൻ പങ്കുവെക്കാൻ അവരെല്ലാവരും ഇവിടെ എത്തി. അള്ളാഹുവിൻ്റെ കലാമിനു വേണ്ടി അവർ ഇന്നും ഒന്നിച്ചു. ഈ പരിശുദ്ധമായ മജ്ലിസിൽ നാളെ സ്വർഗലോകത്തും ആരാണോ ആരെങ്കിലും ഗാനങ്ങൾക്ക് വേണ്ടി മ്യൂസിക്കുകൾക്ക് വേണ്ടി തൻ്റെ കാതുകൾ കൂർപ്പിച്ചു വെച്ചവൻ ആരാണോ ലം യസ്മഇ റൂഹാനിയീൻ, അവൻ നാളെ റൂഹാനികളെ സ്വർഗലോകത്ത് കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ഖുർആഉ അഹ്ലിൽ ജന്ന, സ്വർഗലോകത്തിലെ ഖുർആൻ പാരായണ വിദഗ്ധന്മാരുടെ സ്വർഗത്തിൻ്റെ സീമകളിൽ അന്തരീക്ഷത്തിൽ അലയൊലികൾ ഉതിർത്തുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ ബീജുകൾ. ഇവിടത്തെ ആനന്ദമായിരിക്കില്ല അവിടുത്തെ ആനന്ദം, അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ്. മനസ്സിലായില്ലേ? ആ ആനന്ദം കേൾക്കാൻ അള്ളാഹു അവസരം കൊടുക്കൂല്ലെന്ന് റസൂലുള്ളാഹി. അപ്പോൾ ഇവിടുത്തെ മധുരമനോഹരമായ ഖാരി തയ്യിബ് സാഹിബിൻ്റെ മനോഹരമായ പാരായണത്തിൽ നമ്മൾ ആമഗ്നരായിരുന്നു പോയി. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുമ്പും കേട്ടിട്ടുണ്ട്. എഴുന്നേക്കാൻ തോന്നില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് അല്പം ഇടർച്ച ഉണ്ടായിരുന്നുകൊണ്ട് അത്രയ്ക്കങ്ങ് ആയില്ല എന്ന് എനിക്ക് തോന്നി. എന്നിട്ടും നമ്മൾ വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പാരായണം നമ്മൾ ഒരുപാട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. അതുപോലെ എത്രയോ പേരുടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ പഠിച്ച് ഖുർആനെക്കുറിച്ച് ഉറ്റാലോചിച്ച് ചിന്തിച്ച് ഖുർആനിൽ പര്യവേക്ഷണം നടത്തിക്കൊണ്ട് നോക്കൂ. ഇന്ന് ജെയിംസ് വെബ് വന്നപ്പോൾ സൂറത്ത് തബാറക്കയുടെ തുടക്കത്തിലെ ആയത്തുകൾക്ക് നല്ല അർത്ഥം കിട്ടിയതായിട്ട് എനിക്ക് ഓതിപ്പോയപ്പോൾ തോന്നി. കാരണം അല്ലാഹു തആല പറഞ്ഞത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ, ആകാശഭൂമികളെ 7 അടുക്കായി നാം സൃഷ്ടിച്ചിരിക്കുന്നു. മാത്തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, അതിൽ ഒരു ഏറ്റക്കുറച്ചിലോ താളഭംഗമോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഹൽ തറാ മിൻ ഫുതൂർ, നിങ്ങൾക്ക് കാണാമോ എന്തെങ്കിലും ഒരു വിള്ളൽ? 480 ലക്ഷം പ്രകാശവർഷം അകലേക്ക് നമ്മുടെ ക്യാമറ തിരിച്ചു വെച്ചപ്പോഴും ഇവിടത്തെ കണികകൾ രശ്മികൾ കൊണ്ട് കാണുന്നത് തന്നെ അവിടെയും കാണുകയാണ്. കണ്ടില്ലേ? ഒരു ഫുത്തൂർ, ഒരു വിള്ളൽ, ഒരു വിടവ് അവിടെ ഇവിടെയും കാണുകയില്ല. തുമ്മർജിൽ, പിന്നെ വീണ്ടും നിങ്ങൾ ഒന്നോടെ നോക്ക്. അതെങ്ങനെയാണ് നോക്കണേ? ഒന്ന് നോക്കിയ കണ്ടുകൊണ്ട് പിന്നെ നോക്കലാണോ? നിങ്ങളുടെ ഗവേഷണ സംവിധാനങ്ങൾ കൊണ്ട് നോക്കുന്നത്. രണ്ടാമത് വീണ്ടും പറയാം തുമ്മർജിൽ ബസറ കറത്തൈൻ, റിപ്പീറ്റ് ചെയ്ത് പിന്നെയും മേലോട്ട് നോക്ക്. എന്തെങ്കിലും ഒരൊടവ്, ഒരു വിള്ളൽ, ഒരു സ്ക്രാച്ച്, ഒരു താളഭംഗം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇത് സൂറത്ത് തബാറക്കയുടെ തുടക്കത്തിൽ നമ്മളോട് പറയാ, നന്നായിട്ട് നോക്ക്. ഒരു താളഭംഗവുമില്ലാതെ ആകാശ സംവിധാനങ്ങളെ ആസൂത്രണം ചെയ്തിരിക്കുന്ന അള്ളാഹുവിനെ കണ്ടെത്തി ആനന്ദിക്കുക. ആ ആനന്ദമാണ് ഇന്ന് പഠിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ സ്ഥാപനത്തെ നിലനിർത്തുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതിൻ്റെ വലിയ സന്തോഷത്തെക്കുറിച്ചൊരു ഹദീസോടെ പറഞ്ഞ് നിർത്തിയേക്കാം. മജ്തമഅ ഖൗമും ബൈത്തിൻ ഫി ബുയൂത്തില്ലാഹ്, അള്ളാഹു താല എൻ്റെ റസൂല് പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കുറേ ആളുകൾ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് യത്ലൂന കിതാബ് അല്ലാഹ്, ഇന്നിവിടെ ഓതിയ പോലെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അവർ പാരായണം ചെയ്യുകയും, മനോഹരമായി പാരായണം ചെയ്യുക, സാവകാശത്തിൽ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും വയതദാറസൂനഹു ബൈനഹും, അതിൻ്റെ ആശയങ്ങളെ അവർ ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ, ഇതുപോലെ സദസ്സിൽ ഖുർആൻ ക്ലാസ്സുകൾ നടക്കണം, പഠിക്കണം. വെറും പാരായണത്തിൽ മാത്രം ഒതുങ്ങാതെ ഖുർആനിൻ്റെ അർത്ഥത്തിൽ ആഴത്തിൽ പഠിക്കാൻ, ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം.
ഖുർആൻ വായന നമ്മുടെ നിത്യശീലമായി മാറണം. യതദാറസൂനഹു ബൈനഹും, ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു പള്ളിയുടെ അന്തരീക്ഷത്തിൽ ഒരു 10, 25, 50 പേര് കൂടിയിരുന്ന് ഖുർആനിൻ്റെ ആശയങ്ങൾ വിചിന്തനം ചെയ്യുകയും ചെയ്താൽ അല്ലാഹു തആല പറയുകയാണ്, ഇല്ലാ നസലത്ത് അലൈഹിമു സക്കീന, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സക്കീനത്ത്, സമാധാനം നൽകും. എന്ന് പറഞ്ഞാൽ എന്താണ്? പീസ് മൈൻഡ് അല്ലാഹു തആല അവർക്ക് കൊടുക്കും, മനസ്സന്തോഷം കൊടുക്കും. ടെൻഷൻ ഫ്രീ ആയിട്ട് ആ സമയങ്ങളിൽ അവർക്ക് ഇരിക്കാം. പ്രയാസം എന്തെന്നറിയാതെ, ടെൻഷൻ അറിയാതെ ഇരിക്കാൻ കഴിയുന്ന ഈ ലോകത്തെ ഒരേ ഒരു സദസ്സാണ് ഇത് എന്ന് അല്ലാഹു പറയുകയാണ്. അപ്പോൾ മനസ്സമാധാനത്തിന് വേണ്ടി നമുക്ക് തിരിയേണ്ടതും ഖുർആനിലേക്ക്. വഗശിയത്തുഹുമുർ റഹ്മ, റസൂലുള്ളാഹി പറയുകയാണ്, രണ്ടാമത് കടുത്ത അവൻ്റെ മനസ്സ് ആർദ്രമാകും. മാതാപിതാക്കളുടെ മനസ്സ് കടുത്തെന്ന പരാതി മക്കൾക്ക്, മക്കൾ അനുസരിക്കുന്നില്ലെന്ന പരാതി മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്ക് മനസ്സ് കടുപ്പമാണെന്ന് ഭർത്താവ്, ഭർത്താവിന് കടുപ്പമാണെന്ന് ഭാര്യ. ആർദ്രമാകാൻ, മനസ്സ് ആർദ്രമാകാൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അതിൻ്റെ ആശയം വിചിന്തനം ചെയ്തുകൊണ്ട് നമ്മൾ ഒരിടത്ത് ഒരുമിച്ച് കൂടിയിരുന്നാൽ മനസ്സുകളെ ആർദ്രമാക്കാൻ ഖുർആന് ശേഷിയുണ്ട്. രണ്ടാമത്തെ അതിൻ്റെ ഗുണം. മൂന്നാമത്തേത് വഹഫത്തുഹുൽ മലായിക, അവരെ മലക്കുകൾ പൊതിഞ്ഞു നിൽക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മലക്കുകൾ പൊതിയ സദസ്യ മലക്കുകൾ പൊതിഞ്ഞിട്ടുണ്ട്. എന്താ മലക്കുകൾ പൊതിഞ്ഞാലുള്ള ഗുണമെന്നറിയാമോ? മലക്കുകൾ പൊതിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സൽചിന്തകളെ വരുള്ളൂ. മലക്കുകൾ പൊതിഞ്ഞാൽ സൽചിന്തകളെ വരുള്ളൂ. ശൈത്താൻ പൊതിഞ്ഞാലോ ദുഷ്ചിന്തയെ വരുള്ളൂ. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ മനസ്സിൽ ഒരിക്കലും ഒരു ദുഷ്ചിന്ത കടന്നു വരിക പോലുമില്ല. അതേസമയം നമ്മൾ വേറെ പലതുമായിട്ട് ഇതൊക്കെ ഇങ്ങനെ കൈപിടിച്ചുകൊണ്ടിരിക്കുമല്ലോ, നമ്മുടെ മനസ്സിൽ ഒരു സൽചിന്തയ്ക്ക് പോലും ഇടം ഉണ്ടാവില്ല. ഹഫത്തുഹുൽ മലായിക, മലക്കുകൾ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു പരിശുദ്ധി. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളിൽ വല്ലപ്പോഴും ഒക്കെ സൽചിന്തകൾ കയറി വരണം. പരിശുദ്ധ ഖുർആന്റെ സദസ്സിലിരുന്ന് ശീലമില്ലാത്ത നമ്മുടെ പുതുതലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് നല്ല ചിന്തകൾ നമ്മുടെ മനസ്സുകളിലേക്ക് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് കയറി വരാൻ അവസരമുണ്ടാകുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായത്. അതുകൊണ്ട് ഹഫത്തുഹുൽ മലായിക, മലക്കുകൾ ചുറ്റും നിന്നാൽ എന്തുണ്ടാകും? നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളുണ്ടാകും. വീണ്ടും റസൂലുള്ളാഹി പറയുകയുണ്ടായി, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, ഇവിടെ ഇരിക്കുന്ന നമ്മളെക്കുറിച്ച് ഈ പ്രപഞ്ചാദിനാഥൻ്റെ ദർബാറിൽ അള്ളാഹു മെൻഷൻ ചെയ്യും, പരാമർശിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം നിൽക്കുമ്പോൾ ജിബ്രീൽ കാണുകയാണ്. വളരെ ദൂരത്തു നിന്ന് അബൂദർദാ വരികയാണ്. ജിബ്രീൽ ചോദിച്ചു, നബിയെ വരുന്നത് അബൂദർ അല്ലേ? അബൂദർദാ അല്ല, അബൂദർ അല്ലേ? ജിബ്രീൽ ചോദിക്കുക. അപ്പോൾ പറഞ്ഞു, അബൂദറിനെ അറിയുമോ ജിബ്രീലെ താങ്കൾ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറയുകയാണ്, അദ്ദേഹത്തെ അറിയുമോന്നോ? അദ്ദേഹം ആകാശത്തിൽ പ്രസിദ്ധനല്ലേ? എന്താ കാരണം? ബികസറത്തിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ധാരാളം അദ്ദേഹം പാരായണം ചെയ്ത് ആസ്വദിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നയാളാണ്. അക്കാരണം കൊണ്ട് ആകാശ ലോകത്ത് അദ്ദേഹം വലിയ ചർച്ചയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്ത് സൂറത്തിൽ ചിന്തിക്കുന്ന, അത് അധിക പാരായണം നടത്തുന്ന അബൂദറിനെ ആകാശം മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന്. ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ കുട്ടികളെക്കുറിച്ചൊരു പേര് മെൻഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമല്ലേ അല്ലേ? ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ ദർബാറിൽ നമ്മൾ ഒറ്റയാനല്ല, അള്ളാഹു മെൻഷൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ അരങ്ങേറുകയാണ് പരിശുദ്ധമായ ഖുർആനുമായി നമ്മൾ സമ്പർക്കത്തിലായിരിക്കുമ്പോൾ. അതുകൊണ്ട് മൻ ബത്തഅ ബിഹി അമലുഹു, ഹദീസിൻ്റെ അവസാനം അങ്ങനെയാ, ആരുടെ കർമ്മം നന്നായില്ലയോ ലം യുസ്രി ബിഹി നസബു, വലിയ കുടുംബക്കാരനാണെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടും അവനെ കുടുംബം കൊണ്ടുപോകാൻ പോകുന്നില്ല, അവനൊരു മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഏത് കുടുംബത്തിൽ പറഞ്ഞാലും കർമ്മം നന്നായിട്ടല്ലാതെ എവിടെയും എത്താൻ പോകുന്നില്ല എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് അനുഗ്രഹീതരാവുക, ഖുർആൻ കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സമാധാനം കണ്ടെത്തുക, ഖുർആൻ കൊണ്ട് ഹൃദയത്തിൽ നന്മയുടെ വികാരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക, ഖുർആൻ കൊണ്ട് മനസ്സുകളെ ആർദ്രതയുള്ളതാക്കി തീർക്കുക, ഖുർആൻ കൊണ്ട് ലോകത്ത് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അതിനിത്തരം സ്ഥലങ്ങൾ, സങ്കേതങ്ങൾ ഇനിയും വളരേണ്ടതുണ്ട്, പെരുകേണ്ടതുണ്ട്. നമ്മുടെ ആൺകുട്ടികൾക്ക് ഇതുപോലൊരു സ്ഥാപനമുള്ളതുപോലെ, പക്ഷെ പലപ്പോഴും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഖുർആനെ വെച്ചിന്ന് കച്ചവടം ചെയ്യുന്നവരാണ് അധികവും. ഖുർആൻ
ഖുർആൻ ഓതി ഏതെങ്കിലും ഒന്ന് മന്ത്രിച്ച് അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്ത് തട്ടിപ്പ് നടത്തി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഖുർആനും കാണും. ഇങ്ങനെ തട്ടിപ്പിൻ്റെ പുറകെ ഖുർആന് പോകുന്നവർ, ഖുർആൻ വെച്ച് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഖുർആന്റെ ചികിത്സ തരാമെന്ന് പറയുന്നവരുടെ പുറകെ നമ്മളൊന്ന് ഓടുന്നത്. അല്ലാതെ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാനോ അല്ലെ ഖുർആന്റെ ആശയങ്ങളൊന്ന് ഗ്രഹിക്കാനോ പഠിക്കാനോ അതിൻ്റെ പര്യവേഷണങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനോ എന്നിട്ട് ലോകം കേൾക്കാൻ കാണാൻ കൊതിക്കുന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ ആശയ സൗകുമാര്യത്തെ ലോകത്ത് വിളംബരം ചെയ്യാനോ അത് തൊട്ടറിഞ്ഞുകൊണ്ട് മനസ്സിൽ ആനന്ദം അനുഭവിക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കാതെയാണ് പോകുന്നതെങ്കിൽ ഒരു 10 കൊല്ലത്തിനകം ഈ പ്രവണതയാണ് തുടരുന്നതെങ്കിൽ അമേരിക്കയെപ്പോലെ യൂറോപ്പിനെ പോലെ തകർന്നുപോയ, കുടുംബം തകർന്ന, അപ്പനെ അറിയാത്ത മക്കളെ കൊണ്ട് നിറഞ്ഞ, കൗമാര കുറ്റകൃത്യങ്ങൾ പെരുകിയ, കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ മയക്കുമരുന്നും അതുപോലെ തന്നെ തോക്കുമായി ലോകത്തിന് ഭീഷണി ഉയർത്തുന്ന ഒരു തലമുറയായി വൈകാതെ നമ്മുടെ സമൂഹം മാറുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് ഖുർആനിലേക്ക് നമ്മുടെ കൈരളി മടങ്ങിക്കൊണ്ടിരിക്കുക. പണ്ട് ഹാഫിളുകൾ കുറവായിരുന്നു. ഇന്നൊരു ദീനീ സ്ഥാപനം തുടങ്ങിയാൽ കിതാബ് പഠിക്കാൻ വരുന്നവരെക്കാൾ അധികം ഹാഫിളുകൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നറിയാം. എന്താ കാര്യം? ഖുർആൻ വേണം, എൻ്റെ മകൻ ഹാഫിൾ ആകണം, അള്ളാഹുവിൻ്റെ കലാം പഠിക്കണം. ആണിനല്ല പെണ്ണിനെവിടെ സ്ഥാപനം എന്നാണ് ചോദിക്കുന്നത്. ഞാനൊക്കെ അത്തരം ചോദ്യം കേട്ട അവസാനം ഒരുപാട് നിരാശനും നിസ്സഹായനുമായി പോയതാണ്. അവിടെ അൽഹംദുലില്ലാ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇന്ന് ജാമിയ ആയിഷ കൂടി സ്ഥാപിതമായിരിക്കുക. നിങ്ങൾ കണ്ടില്ലേ മനോഹരമായ ഈ ക്യാമ്പസിൽ ഏതാണ്ട് ഭംഗിയായ നിലയിൽ പണിതീർത്തു വരുന്ന ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് നമ്മുടെ പെൺമക്കൾക്ക്, നമ്മുടെ ആൺമക്കളെക്കാൾ കൂടുതൽ നമ്മുടെ സമൂഹത്തെ നന്മയിലേക്ക് പരിവർത്തനത്തിലേക്ക് കൈപിടിച്ച് അനയിക്കാൻ നമ്മുടെ പെണ്ണുങ്ങൾക്ക് കഴിയും. അത്ഭുതകരമായ കഴിവ് നമ്മുടെ മാതാക്കൾക്കുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ഖുർആൻ അർത്ഥമറിഞ്ഞ് പഠിക്കുന്നവരായാൽ. ഞാൻ എൻ്റെ മോളെ സമസ്ത നടത്തുന്ന വഫിയയിൽ പറഞ്ഞയച്ചു. 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് മിഷ്കാത്തിൻ്റെ ഷറഹ് 11 വോള്യം വേണമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു നമ്മളൊക്കെ ആമ്പിള്ളേരത് വായിക്കാറില്ല, മനസ്സിലായില്ലേ? ആലിമ്യങ്ങളായവർ 11 വോള്യം വേണമെന്ന് പറഞ്ഞു. ഒരു ദിവസം അവൾക്കൊരു പ്രൊജക്റ്റ് തയ്യാറാക്കണം. അപ്പോൾ അവൾ കിതാബ് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അത് എൻ്റെ പോർഷൻ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്ത് കൊടുത്തിട്ട് അവളോട് ചോദിച്ചു, നിനക്കിത് അറിയാമോ? അവൾ കൂളായിട്ട് വായിച്ച് മിഷ്കാത്തിൻ്റെ ഷറഹ് വായിച്ചിട്ട് ഭംഗിയായി അവൾ പ്രൊജക്റ്റ് തയ്യാറാക്കി. 3 വർഷം പിന്നിട്ട എൻ്റെ മോൾ, അല്ലാഹു തആല അവർക്കൊക്കെ നല്ല തൗഫീഖുകൾ നൽകുമാറാകട്ടെ. അവരിലൂടെയൊക്കെ ഇൻഷാ അല്ലാഹ് വരും തലമുറയിൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. ഞാൻ പറഞ്ഞത് അത്തരം സ്ഥാപനങ്ങളുടെ കുറവാണ് ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ 2 വിദ്യാഭ്യാസങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനം ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കുന്ന പെൺമക്കളെ സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ഖാലല്ലായും ഖാല റസൂലുള്ളായും ഹദീസും ഖുർആനും ഗവേഷണം ചെയ്യാൻ നമ്മുടെ വീട്ടിലിരിക്കുന്ന അടുക്കളയിൽ പണിയെടുക്കുന്ന നമ്മുടെ പെണ്ണുങ്ങൾക്ക്, നമ്മുടെ ഉമ്മമാർക്ക് കഴിയുന്ന ഒരു നാളെ ഒന്ന് സ്വപ്നം കൊണ്ട് നോക്കൂ. അത് ഇൻഷാ അല്ലാഹ് സാക്ഷാത്കരിക്കുന്നതിൻ്റെ തുടക്കമാണ് ജാമിയ ആയിഷ. അത് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് സാമ്പത്തിക ശേഷിക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഇത്രയും കാലങ്ങളായിട്ട് ഇങ്ങനെ ഇഴഞ്ഞും വലിഞ്ഞും നീങ്ങേണ്ട ഒരു ഗതികേട് ഒരിക്കലും വരുത്തരുത്. എത്രയും പെട്ടെന്ന് നമ്മുടെ ആൺമക്കൾ എന്ന പോലെ പെൺമക്കളും ഇവരൊക്കെ ദീൻ പഠിച്ചു വരുമ്പോൾ ഇവർക്ക് അനുയോജ്യരായ ഇണകളെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റണം. ഈ പെൺമക്കൾക്ക് ഹുഫാളുകളെ കിട്ടണം. അവർ ചേരുന്ന ആ സംഗമം തീർച്ചയായിട്ടും ഈ ലോകത്ത് സഹാബാക്കളുടെ ഒരു ലോകത്തിൻ്റെ പുനർജനി ഒരുപക്ഷെ അവരിലൂടെ ആയിരിക്കും. കാരണം ഇസ്ലാമിൻ്റെ ഒരു സുവർണകാലം വീണ്ടും വരാനിരിക്കുകയാണ്. എന്തിനാ ഇത്രയും ഹാഫിളുകളെന്ന് ഞാൻ ഓർക്കാറുണ്ട്. വരാൻ പോവുകയാണ്. റിസർച്ചിൻ്റെ ലോകത്തേക്ക് മക്കൾ ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ്. അവരുടെ പഠനങ്ങൾ പഴയ പഠനമല്ല, പുതിയ പഠനങ്ങളാണ്. ഖുർആനിൻ്റെ ഓരോ ആയത്തിനും നാം ഇന്നലെ അറിയാത്ത അർത്ഥങ്ങൾ അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാണും പെണ്ണും ഒരു കുടുംബത്തിൽ സംഗമിക്കുന്ന നാളുകൾ സമാഗതമാകണം. അതുകൊണ്ട് ജാമിയ ആയിഷയെ കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. അതെത്രയും വേഗം സമുദ്ഘാടനം നിർവഹിക്കണം. 5 വർഷം കൊണ്ട് നമ്മുടെ മക്കൾ അവിടെ നിന്ന് 2 വിദ്യാഭ്യാസവും നേടി പഠനം പൂർത്തിയാക്കി ഈ സമൂഹത്തിൻ്റെ തലമുറയുടെ ഏറ്റവും വലിയ സംസ്കരണത്തിൻ്റെ നായികമാരായി രംഗത്ത് വരണം. അതിനുകൂടി ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷകർത്താക്കൾ നമുക്കല്ല പണം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ? എന്തെല്ലാം ബാത്തിലുകളിലാണ്. ആർഭാടം പിടിച്ച കല്യാണത്തിന് ലക്ഷങ്ങളും കോടികളും ചെലവാക്കുമ്പോൾ നന്മയിൽ ചെലവാക്കാൻ നമുക്ക് കാശില്ല പോലും, അല്ലേ? അങ്ങനെയൊന്നും നമ്മളാരും പറഞ്ഞു കളയരുത്. നിങ്ങളാരും പറയുന്നവരാണെന്നല്ല. കാരണം ഇവിടുത്തെ സഹകാരികളെ പലരെക്കുറിച്ചും പറഞ്ഞു കേട്ടപ്പോൾ അവർ ഉദാരമായി ചെയ്യുന്നവരാണ്.